ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അയ്യോ, കണ്ടിട്ടാരും പേടിക്കണ്ട കേട്ടോ. ഇത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫാൻസി ഐറ്റംസാണ്. മോളുടെ കുറച്ച് വളകളും ക്ലിപ്പുകളും സ്ലൈഡുകളും എന്ന് വേണ്ട കുറേ സാധനങ്ങൾ കേട്ടോ. ഞാനിതെല്ലാം കൂടി ഒരു ബോക്സിലാക്കി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഓരോന്നോരോന്ന് എടുക്കുമ്പോഴേ അതിങ്ങനെ ഒരുമാതിരി എന്താ പറയുക, മൊത്തത്തിൽ അലമ്പായി കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് റീഓർഗനൈസ് ചെയ്യാം എന്നുള്ള പരിപാടിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറേ ഞാൻ കളഞ്ഞു കേട്ടോ. കാരണം വളകളൊക്കെ സ്വാഭാവികമായിട്ടും ചെറുതാവും. പിന്നെ എന്താ പറയുക, ഉപയോഗിക്കുമ്പോൾ കളർ പോകുന്നതും അല്ലെങ്കിൽ കേട് വരുന്നതുമായിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മൾ കളഞ്ഞു. അതല്ലാണ്ട് ഇപ്പം നിലവിലുള്ള സാധനങ്ങളാണ് ഇതെല്ലാം കേട്ടോ. പിന്നെ എനിക്ക് ചെറിയൊരു ക്രേസ് ഉണ്ട്, ഇങ്ങനെ ഭംഗിയുള്ളത് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിച്ച് കൂട്ടുന്ന ഒരു പരിപാടിയുണ്ട്. എനിക്ക് വേണ്ടി ഞാൻ ഒന്നും വാങ്ങിക്കാറില്ല, വളയോ മാലയോ കമ്മലോ. പണ്ട് കമ്മലുകൾ ഇങ്ങനെ കുറച്ച് മേടിക്കായിരുന്നു, പക്ഷേ ഇപ്പോൾ അതുമില്ല കേട്ടോ. ഇപ്പോൾ ഒക്കെ ഗോൾഡിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റഡ് ഇടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റഡ്. ഈ ഹാങ്ങിങ്സിനേക്കാളും സ്റ്റഡ് ഇടാനാണ് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അപ്പോൾ മോളുടെ ചെറിയ കല്ലുകളുള്ള ചെറിയ സ്റ്റഡ്സൊക്കെയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവളുടെ ഈ ഓരോരോ സാധനങ്ങളെല്ലാം ഈ ബോക്സിലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്തോരം സാധനങ്ങളുണ്ടെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ കൂട്ടത്തിൽ എൻ്റെ ഒരു 3 വളകൾ കണ്ടു, ഒരു കുപ്പി വളകളാണ്. എനിക്ക് അമ്മ എവിടെയോ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അതിൻ്റെ ബാക്കി 3 ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെ എടുത്ത് കയ്യിലിട്ടതാണ് കേട്ടോ, ഒരു ഭംഗിക്ക്. പക്ഷെ അധികം നേരമൊന്നും ഇട്ടില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അഴിച്ചു വെച്ചു. പിന്നെ കുറേ വളകളുണ്ടായിരുന്നു. ഈ വളകളൊക്കെ ഇങ്ങനെ ഒരു ബോക്സിലിട്ട് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു ഒരു ബാങ്കിൾ സ്റ്റാൻഡ് മേടിക്കണമെന്ന്. ഉറപ്പായിട്ടും ഞാനത് ആമസോൺ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. സമയം വരട്ടെ, നമുക്ക് മേടിക്കാം. അപ്പോൾ ഞാനെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. കാരണം എനിക്കൊരു സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാനത് ആദ്യം ഒന്ന് കാർട്ടിലിട്ട് വെക്കും. പിന്നെ അതിന് കുറേ എണ്ണം, അതായത് അതിൻ്റെ കുറേ സാധനങ്ങൾ നോക്കും. ഇപ്പോൾ എന്താ പറയുക, വില കമ്മിയായിട്ടുള്ളത് അല്ലെങ്കിൽ മെറ്റീരിയൽ ക്വാളിറ്റി, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ ചെക്ക് ചെയ്യും. അതിനുശേഷം മാത്രമാണ് ഞാൻ ആ പ്രോഡക്റ്റ് ബൈ ചെയ്യാറുള്ളൂ കേട്ടോ. അതല്ലാതെ ഞാൻ ഓടിപ്പോയൊരു സാധനം വാങ്ങിക്കുന്നത് വളരെ കുറവാണ്. കാരണം അത്ര എമർജൻസി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് നമ്മൾ ഒരുപാട് തവണ ഉപയോഗിച്ച് അതിൽ നമുക്ക് കൺഫേം ആണ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻസിൽ മാത്രമേ ഞാൻ അങ്ങനെ പെട്ടെന്ന് മേടിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ ബാംഗിൾസ് എല്ലാം ഞാൻ ആ ബോക്സിലിട്ട് വെച്ചു. പിന്നെ കുറച്ച് മാലകളെല്ലാം ചെറിയൊരു ബോക്സിലാക്കിയും വെക്കുന്നുണ്ട്. കാരണം ഈ മാലകളും വളകളും രണ്ടും കൂടെ മിക്സായി കിടന്നാൽ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും 2 ബോക്സിലായിട്ടാണ് കേട്ടോ വെക്കുന്നത്. അതായത് ഒരു ചെറിയ ബോക്സിൽ മാല വെച്ചിട്ട് ഒരു വലിയ ബോക്സിൽ മൊത്തത്തിൽ നമ്മൾ വള വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് സ്ഥലം ലാഭിക്കാം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഉദ്ദേശം. അപ്പോൾ ഇറക്കി നോക്കുമ്പോൾ കുറേ ഉണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ കുറേ മാറ്റവും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വളയുടെ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ, നാളെ മോൾക്ക് ഓണപരിപാടിയാണ് സ്കൂളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങൾ എനിക്ക് എടുക്കണം. അപ്പോൾ ഈ വളയും അതുപോലെ തന്നെ ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള ആ 2 സെറ്റുമാണ് ഞാൻ ഇടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതല്ല കേട്ടോ, ആദ്യം കാണിച്ചത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. രണ്ടാമത് ഞാൻ വേറൊരു വളയുടെ സെറ്റ് മേടിച്ചു. അതുപോലെ മാല ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ മാല ഭയങ്കര സംഭവമാണ് കേട്ടോ. അവൾക്ക് ഇപ്പോൾ 5 വയസ്സാണ്. ഞാൻ അതായത് അവളുടെ 2ാമത്തെ പിറന്നാളുടെ സമയത്ത് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് മേടിച്ചാണ്. 90 രൂപയാണ് അതിൻ്റെ വില. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇത്ര കാലമായിട്ടും അത് കളറ് മാറിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ നമ്മളിങ്ങനത്തെ ഈ മാലകളൊക്കെ മേടിക്കുമ്പോൾ പെട്ടെന്ന് കളറ് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരുപാട് കളിച്ചിട്ടുണ്ട് മോൾ അതുകൊണ്ട്. കാരണം വളരെ ചെറിയ കുട്ടിയായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ തന്നെ കുളിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും അതിൻ്റെ കളർ പോയിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ലോങ് ഒക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് ഗോൾഡ് ഇടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ മാല മേടിച്ചത്. പക്ഷെ അത് ഭയങ്കര നല്ല മാല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ മാലയെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ക്ലിപ്പിൻ്റെ സെക്ഷനാണ്. എൻ്റെ അമ്മോ, പൊടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഓരോ സാധനങ്ങളെ, എന്തോരം സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതും അതുപോലെ തന്നെ കുറേ എനിക്ക് മാറ്റേണ്ടി വന്നു കേട്ടോ. കുറേ ഇലാസ്റ്റിക്കിൻ്റെ ബണ്ണുകളൊക്കെ കുറേ എടുത്തൊക്കെ ഞാൻ മാറ്റി. ആ സ്ട്രോബെറിയുടെ ഒക്കെ ഞാൻ വേസ്റ്റിലിട്ടു. കാരണം എന്താ വെച്ചാൽ അതൊന്നും ഇനി ഉപയോഗിക്കാനും പറ്റില്ല. നമ്മൾ പിന്നെ അധികം കാര്യമായിട്ടൊന്നും ഉപയോഗിക്കില്ല. എനിക്ക് വളരെ ഷോർട്ട് ഹെയർ ആണ്. അപ്പോൾ ഞാൻ പോകുമ്പോൾ മുടി കെട്ടാറില്ല. വീട്ടിലിരിക്കുമ്പോൾ മാത്രമേ ബൺസ് ഉപയോഗിക്കുള്ളൂ. അതിനെല്ലാം ഇപ്പോൾ എടുത്ത് വയ്ക്കുന്ന ബണ്ണുകളെല്ലാം ഓക്കെയാണ്. പിന്നെ എനിക്ക് ബണ്ണിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ മോൾക്ക് സ്കൂളിൽ പോകുമ്പോൾ കെട്ടാനാണ് ഈ ക്രീം കളർ ബണ്ണ്. അവളുടെ യൂണിഫോം ഒരു ക്രീം കളറിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രീം കളർ ബണ്ണ് അതിനുള്ളതാണ്. പിന്നെ വേറെയൊക്കെ നമുക്ക് വീട്ടിലെടുക്കുമ്പോൾ കെട്ടാനുള്ളതൊക്കെ മതി.
പിന്നെ ഈ പറയുന്ന സ്ലൈഡുകളൊക്കെ പുറത്ത് പോകുമ്പോൾ കുത്താനാണ് കേട്ടോ ഞാൻ കണ്ടിട്ട് ഭംഗി കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്നതാണ്. അതൊന്നും ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പം ഇല്ല. കാരണം സ്കൂൾ ഗോയിങ് ആയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തോട്ടുള്ള യാത്രകൾ വളരെ കുറഞ്ഞു. സ്കൂളിൽ പോകുമ്പോൾ ഇതൊന്നും ഉപയോഗിക്കാനും പറ്റുന്നില്ല. അപ്പോൾ പക്ഷേ എന്നാലും നമ്മളുടെ ഓരോ ആഗ്രഹങ്ങൾ, എനിക്ക് ഗേൾ ബേബീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് നടക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ ഞാനിങ്ങനെ കുറേ മേടിക്കുന്നത്. എന്തോരം ചെറിയ ചെറിയ സാധനങ്ങളാണെന്നറിയോ എൻ്റെ കയ്യിലുള്ളത്. എനിക്ക് തന്നെ നിശ്ചയമില്ല എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ അങ്ങനെ കുറേ മേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നെ പോലെ ഒത്തിരി പേരുണ്ടാവും, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒരുപാട് മുകളിൽ സാധനങ്ങളുള്ളവരുണ്ടാവും. പക്ഷേ നമുക്കൊരു കണക്കിന് നോക്കുമ്പോൾ നഷ്ടമായിട്ടോ അല്ലെങ്കിൽ ലോസ് ഓഫ് മണി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ നമ്മൾ പറയാറില്ലേ, നമ്മുടെ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാറില്ലേ, അത് മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. കാരണം നമ്മുടെ കുട്ടികളെ ഇങ്ങനെ ഒരുക്കി ഭയങ്കര ഭംഗിയിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അത്രയേ ഉള്ളൂ. ആദ്യമൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇവളെ ഭയങ്കര ഷോർട്ട് ഹെയർ ആയിരുന്നു വെച്ചാൽ ബോയ് കട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കൊണ്ടുപോകാൻ വലിയ ടാസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് മുടി വളർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 പേര് റെഡിയായിട്ട് പോകുമ്പോഴേക്കും ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ്. അതിൻ്റെ പേരിൽ യാത്രകൾ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വഴക്ക് കേൾക്കാറുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, ഗേൾസ് ലൈഫ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ചുമ്മാ അങ്ങനെ ഇരിക്കും. പിന്നെ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നോളും എൻ്റെ മോള്. 5 വയസ്സായില്ലെങ്കിലും എൻ്റെ ഭയങ്കര വലിയൊരു സ്ട്രോങ് പോയിൻ്റ് ആണ് കേട്ടോ അവൾ. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും എൻ്റെ കൂടെ തന്നെ നിൽക്കും. അതാണ് അവളുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇത്ര ചെറുപ്പത്തിലേ ഇങ്ങനെ പാരൻസിനെയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവുമോ എന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ കൂടെ എല്ലാത്തിനും നമ്മൾ ഒന്ന് വിഷമിച്ചാലും നമ്മളൊന്ന് സന്തോഷിച്ചാലും അല്ലെങ്കിൽ നമ്മൾ അവരോട് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ പറഞ്ഞാലും ഒക്കെ അതേപോലെ ഒബേ ചെയ്യുന്ന ഒരാൾ, നമ്മുടെ ഒരു മിനിയേച്ചർ വേർഷൻ നമുക്ക് കാണാൻ പറ്റുമ്പോഴേ ഭയങ്കര ഹാപ്പിയാണ്. അൾട്ടിമേറ്റ് ഹാപ്പി എന്ന് പറയില്ലേ, അത്രയ്ക്കും ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഒരുക്കിപ്പറിക്കുന്ന കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യത്തിൽ നിന്നും ഞാൻ ഡൈവേർട്ടായിപ്പോയി. ഞാൻ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞാനിതെല്ലാം എടുത്തു വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ, നാളത്തേക്ക് ഇടാനുള്ള കോസ്റ്റ്യൂം റെഡിയാക്കണം എന്നുള്ളതാണ് എൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നാളെ എന്തായാലും ഞാൻ അവളെ ഭയങ്കര ഭംഗിയിൽ റെഡിയാക്കും എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം കേട്ടോ ഇന്ന്. പക്ഷേ നാളത്തെ ഔട്ട്പുട്ട് കണ്ടറിയാം. ഞാൻ നാളെ എന്തായാലും അതിൻ്റെ ഫോട്ടോ ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എത്ര മാത്രം ഭംഗിയിൽ ഞാൻ ഈ പണിയൊക്കെ ചെയ്തിട്ട് അവളെ റെഡിയാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഫോട്ടോയും ഷെയർ ചെയ്യാം കേട്ടോ. ഒരു ഹാപ്പിനെസ് അത്രയല്ലേ ഉള്ളൂ. ഈ പണി കഴിഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ ഹെയർ ബാൻഡുകളും കൂടി ഒന്ന് വൃത്തിക്ക് വെക്കാമെന്ന് വിചാരിച്ചു. ഇതെന്താണെന്ന് വെച്ചാലേ നമ്മുടെ കബോർഡ് മൊത്തം അങ്ങ് അലങ്കോലമായി കിടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നേന്ന് തുടങ്ങിയല്ലോ, എന്നാൽ പിന്നെ അങ്ങ് മുഴുവനാക്കിയേക്കാമെന്ന്. അപ്പോൾ ഇത് ഈ ഹെയർ ബാൻഡുകളുടെ ബോക്സാണ്. ഇതിൽ വലിയ കാര്യമായിട്ടില്ല. എനിക്ക് ഹെയർ ബാൻഡുകൾ ഇട്ട് കൊടുക്കുന്നതിനോട് അത്ര വലിയ ക്രേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും മേടിച്ചിട്ടില്ല. അത് ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ. മറ്റേ എലാസ്റ്റിക് ടൈപ്പിലുള്ളതൊക്കെ ഇപ്പം മേടിക്കുന്നത് നിർത്തിയിട്ടോ. കാരണം വളരെ കുഞ്ഞായിരുന്നപ്പോഴല്ലേ അതൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ. ഇതെന്ന് പറയുന്നത് എന്താണെന്നറിയില്ല. ഞാൻ ഒരു തവണ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇതുപോലെ ഹെയർ ബാൻഡ് മേടിക്കണം എന്ന് പറഞ്ഞു. അതിന് വാങ്ങിച്ചെന്താ ഒരു സെറ്റ്, ഒരു 6-7 കളറുണ്ട്, ഒരു നീളത്തിലുള്ള തുണി, അതിങ്ങനെ തലയിലേക്ക് കെട്ടി വെച്ചാൽ മതി. പക്ഷേ അത് ഞങ്ങൾ എന്തിനാ അറിയാം ഉപയോഗിക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് ഡ്രസ്സിൻ്റെ കൂടെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ഒരുമാതിരി വൃത്തികേട്, തലയിൽ ഇങ്ങനെ ഒരുമാതിരി നമ്മൾ തോർത്ത് കെട്ടി വെച്ച മാതിരി ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ പോകുന്ന സമയത്തെ മോൾക്ക് തണുപ്പടിക്കാതിരിക്കാൻ അങ്ങനെ ചെവി മറച്ച് കെട്ടും ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവൾക്ക് സൗണ്ട് ഭയങ്കര കേൾക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെവിയൊക്കെ മറച്ച് ഞങ്ങൾ വൃത്തിക്ക് കെട്ടിയിരിക്കും. നമ്മൾ സ്കാർഫ് കെട്ടില്ലേ അതുപോലെ. ഒരുമാതിരി വൃത്തികെട്ട ഒരു ഹെയർ ബാൻഡ് ഞാൻ ജീവിതത്തിൽ അന്ന് നിർത്തിയതാണ്. പുള്ളിക്കാരനോട് ഹെയർ ബാൻഡ് മേടിക്കണം അല്ലെങ്കിൽ വള മേടിക്കണം എന്നൊക്കെ പറയല്ലേ കേട്ടോ. കാരണം ഇങ്ങനെ എന്താ പറയുക, മേടിക്കാൻ അറിയില്ല. പുള്ളിയാണ് മോളുടെ എല്ലാ ഡ്രസ്സുകളും ചൂസ് ചെയ്യുന്നതും മേടിക്കുന്നതും ഒക്കെ. ഞാൻ ആ കാര്യത്തിൽ കൈ കടത്താറില്ല. ഒരുക്കുന്നത് മാത്രമാണ് എൻ്റെ ഏരിയ. പക്ഷേ ഹെയർ ബാൻഡ് ഇത്രയും പാളെന്ന് ഞാൻ വിചാരിച്ചില്ല, സത്യത്തിൽ വിചാരിച്ചില്ല. പിന്നെ ഞാൻ തന്നെയാണ് ഫാൻസി ഏരിയാസ് മൊത്തം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിലൊന്നും ഹസ്ബൻഡൊന്നും ഇടപെടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഞാൻ നിർത്തി. ഈ ഹെയർ ബാൻഡ് പരിപാടികൾ നിർത്തി. അപ്പോൾ യൂണിഫോമിനനുസരിച്ച് മാത്രമേ മേടിക്കുള്ളൂ. അല്ലെങ്കിൽ അത്ര ഭംഗിയുള്ളത് കാണണം എങ്കിലേ നമ്മളത് മേടിക്കുള്ളൂ. അപ്പോൾ അതെല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ക്ലിപ്പുകൾ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകളില്ലേ, അതെല്ലാം ഈ ബോക്സിലാക്കി വെച്ചു. പിന്നെ ഹെയർ ബാൻഡുകളും ഒരു ചെറിയ ബോക്സിലാക്കിയിട്ട് ആ ഒരു ഹെയർ ബാൻഡുകളുടെ ക്ലിപ്പുകളുടെ ഏരിയ വെച്ചു. ഇത് ഫുൾ വേസ്റ്റാണ് കേട്ടോ. എന്താ അല്ലേ,
എത്ര വേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യുന്ന പോലെ എനിക്കും കൂടെ ചെയ്തു തരിക. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഓണം വിഷസ്. ബൈ.